gorgeous final 33 contestants of Saja's Designer Boutique presents Mrs. Kerala 2022. കേരള തനിമയോടെ കേരള സാരിയൊക്കെ എടുത്ത് സുന്ദരിമാരായി നമ്മുടെ മുന്നിലേക്ക് വന്നു അല്ലേ. എല്ലാവരും വീവേഴ്സിൽ നിന്ന് സോഴ്സ് ചെയ്ത കേരള സാരിയാണ് എടുത്തത്. അങ്ങനെ നമുക്ക് ഒരുപാട് നെയ്ത്ത് ഗ്രാമങ്ങളെയും വീവേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും നമ്മളൊരു മിന്നായം പോലെ കണ്ടു. ഇനി നമുക്ക് അവരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാനായിട്ടുള്ള സമയമാണ്. വി ആർ മൂവിങ് ഓൺ ടു ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ, സ്റ്റാർട്ടിംഗ് വിത്ത് contestant number 1. Hello, welcome to Mrs. Kerala. What do you have to say? Thank you so much, feeling excited. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വേദിയുടെ മുമ്പിൽ പകപ്പോടെ നിന്നൊരു 5 വയസ്സുകാരി, അവൾക്ക് ധൈര്യം കൊടുത്ത് കഴിവുകളിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ചൊരമ്മ, അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. അവസരങ്ങൾ അവളെ തേടി വരാൻ കാത്തു നിൽക്കാതെ അവ തേടി അവൾ പോയി. ആ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഈ സദസ്സിനുമില്ലാണ്. അവൾ അല്ല, ഞാൻ ഡോക്ടർ അജില നായർ. ആ അമ്മയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് എൻ്റെ പേരിന് മുന്നിലെ ഈ പദവി. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBBS പൂർത്തിയാക്കി ഇന്ന് ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു തൃശ്ശൂർക്കാരി, ഇന്നൊരു പ്രവാസി. ഹോസ്പിറ്റൽ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി വരുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ താളം എന്നും നാട്യത്തിൻ്റെതായിരുന്നു. വർഷങ്ങളോളം ഭരതനാട്യം അഭ്യസിച്ച ഞാൻ കേരള സംസ്ഥാന കലോത്സവത്തിൽ ഭരതനാട്യം ജേതാവായിരുന്നു. നിരവധി വേദികളിൽ ഇന്നും എൻ്റെ ചിലങ്ക അണിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ഉത്സാഹവും 100 ആഗ്രഹങ്ങളും അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ളൊരു മനസ്സുമായി ഇന്ന് ഈ വേദി വരെ എത്തി നിൽക്കുകയാണ്. ആത്മവിശ്വാസത്തോടു കൂടി ഈ ലോകത്ത് എൻ്റേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കുക, ആളുകൾക്കൊരു പ്രചോദനമാവുക, അവരുടെ വേദനകളെ ശമിപ്പിക്കുക എന്ന എൻ്റെ ആഗ്രഹത്തിലോട്ടുള്ള ഒരു ചുവട്ടുപടി ആകട്ടെ ഈ വേദി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. Inviting on stage contestant number 2. Thank you so much. ബഹുമാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. സ്വപ്നങ്ങൾ തേടിയുള്ള എൻ്റെ യാത്രയിൽ ആരൊക്കെ കൈവിട്ടാലും കൂടെ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ് എന്നെ ഞാനാക്കി മാറ്റിയ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച, ക്യാൻസർ എന്ന മഹാരോഗത്തെ ധൈര്യത്തോടെ നേരിട്ട് പോരാടിയ ഒരമ്മയുടെ മകൾ ഞാൻ ദക്ഷിണ. തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയിൽ നിന്നും വരുന്നു. കഴിഞ്ഞ 7 വർഷമായി ഒരു പ്രമുഖ IT കമ്പനിയിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഞാൻ ജോലി ചെയ്യുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അധ്വാനത്തിലൂടെ വിജയത്തിലേക്ക് എത്തുവാനും എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നൃത്തം എന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നീ നൃത്തരൂപങ്ങളിൽ സബ് ജില്ലാ, ജില്ലാ തലത്തിലും കഥകളിയിൽ സംസ്ഥാന തലത്തിലും മത്സരിച്ച് ഞാൻ 1ാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ മിസസ് കേരള മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള പ്രധാന ലക്ഷ്യം ഇതാണ്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നൊരു സ്ത്രീയാണ് ഞാൻ. ഈ നിമിഷം എനിക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ആത്മവിശ്വാസത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നേരിടാനുള്ള ശക്തി ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you for the lovely introduction. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് 3ാമത്തെ കണ്ടസ്റ്റന്റിനെയാണ്. ഇൻവൈറ്റിംഗ് കണ്ടസ്റ്റന്റ് നമ്പർ 3.
Hi, let's hear your introduction. നമസ്കാരം, എൻ്റെ പേര് പ്രിയദർശിനി. ഞാൻ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഒരു ഹോം ബേക്കറാണ്. ഞാൻ ബേക്കിംഗ് ക്ലാസ്സുകൾ നടത്താറുണ്ട്. ബേക്കിംഗ് എൻ്റെ പാഷനുമാണ്. വീട്ടമ്മമാർക്കായി ഞാൻ ബേക്കിംഗ് ക്ലാസ്സുകൾ നടത്തുന്നത് കൊണ്ട് അവർക്ക് മാസവരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഏൺ വൈൽ യു ലേൺ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി വിമൻസ് കോളേജിലെ കുട്ടികൾക്കും ബേക്കിംഗ് ക്ലാസ് നടത്താനായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. നാം ഒരുപാട് സ്വപ്നങ്ങൾ കാണണം. വലിയ വലിയ സ്വപ്നങ്ങൾ നാം കണ്ട് അത് കഠിനാധ്വാനത്തിലൂടെ നാം നേടിയെടുക്കണം. തീർച്ചയായും ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യവും നാം നാളേക്കായി മാറ്റിവെക്കരുത്. ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നു. എന്നാൽ വളരെ നിരാശയോടെ നമ്മൾ ആ വാതിൽ നോക്കി നിൽക്കുകയാണെങ്കിൽ തുറന്ന വാതിലുകൾ കാണുകയില്ല. വിവാഹമോ പ്രായമോ ഒന്നിനും ഒരു പരിധിയല്ല എന്ന് ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. We are moving on to contestant number 4. മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ രജനി വിനു. എൻ്റെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ എന്നും നിൽക്കുവാൻ ഞാനായി തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഭർത്താവും 4 മക്കളുമാണ് എൻ്റെ കുടുംബം. ക്ഷമ, അധ്വാനം, ദൈവവിശ്വാസം ഇവ 3 ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നേരിടുവാൻ നമുക്ക് സാധിക്കുമെന്ന് ജീവിതത്തിലൂടെ മാത്രമല്ല, ജീവിതത്തിലൂടെ തന്നെ എൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. കുഞ്ഞുനാൾ മുതൽ തന്നെ ഗുണ്ടുരജനി, തടിച്ചി എന്ന നാമങ്ങൾ കൊണ്ട് പ്രസിദ്ധമായിരുന്ന ഞാൻ 30-ാം വയസ്സിൽ എൻ്റെ ശരീരം എന്നോട് പറഞ്ഞു, മോളെ സെഞ്ചുറി അടിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു വാശിയായിരുന്നു. സജന മാം ഇന്നലെ ഞങ്ങളോട് പറഞ്ഞ പോലെ പിന്നെ അങ്ങ് വാശി പിടിച്ച് 65ലേക്ക് എൻ്റെ വെയിറ്റ് ഞാൻ 1 വർഷം കൊണ്ട് ഹെൽത്തി ആയി തന്നെ എത്തിക്കാൻ സാധിച്ചു. അതിലൂടെ ഞാൻ മറ്റുള്ളവർക്കൊരു പ്രചോദനമായിരുന്നു. ഇന്ന് ഞാൻ ഒരു കുടുംബിനി മാത്രമല്ല, എൻ്റെ പിതാവിൻ്റെ വ്യാപാര സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരിയും കൂടിയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്ന് ഈ വേദി എന്നെ ബോധ്യപ്പെടുത്തുന്നു. അതിനായി ഞാൻ ഈശ്വരനോടും ഇത് ചാൻസ് തന്ന എസ്പാനിയോ ടീമിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി റാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 5. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശിഖ സാജൻ, തിരുവനന്തപുരത്ത് നിന്നും വരുന്നു. ദുബായിൽ ആരോഗ്യ മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കൂടാതെ മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ റിസർച്ച് സ്റ്റുഡൻറ്റുമാണ്. സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെച്ച് പറന്നുയരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ ഒരു പ്രതീകമാണ് ഞാൻ. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ആരോഗ്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം എന്ന് വിശ്വസിക്കുന്ന ഞാൻ എൻ്റെ ബേസിക് കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയായതിനു ശേഷം പലരെയും ആ വഴിയിലേക്ക് പല വിഷാദങ്ങളിൽ നിന്നും വിമുക്തമാക്കുവാൻ ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ഞാൻ പലരെയും സഹായിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും സന്തോഷമായിരിക്കുക, അതിലൂടെ നമ്മുടെ വിഷാദങ്ങളും സ്ട്രെസ്സും മൂവ് ഔട്ട് ചെയ്യുക.
ഇതാണ് എൻ്റെ ഒരു മോട്ടോ. ഒഴിവ് സമയങ്ങളിൽ യോഗ, നൃത്തം, പഠനം, സംഗീതം എന്നിവയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. സോ മൂവ് ഔട്ട് ഫ്രം യുവർ സ്ട്രെസ് ആൻഡ് സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. താങ്ക് യു. കണ്ടസ്റ്റന്റ് നമ്പർ 5 അടുത്തതായി സെൽഫ് ഇൻട്രൊഡക്ഷനായി സ്വാഗതം ചെയ്യുന്നു. കണ്ടസ്റ്റന്റ് നമ്പർ 6. താങ്ക് യു മാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിൻഡില, എറണാകുളംകാരിയാണ്. മഹാരാജാസ് എന്ന മഹാകലാലയത്തിൽ പഠിക്കുവാനും എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂടിയിരുന്ന് ജോലി ചെയ്യാനും ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. സിൻഡില എന്ന വാക്കിൻ്റെ അർത്ഥം തീപ്പൊരി എന്നാണ്. വെറുതെ കത്തിപ്പാറി പോകുന്ന തീപ്പൊരിയല്ല, സ്വന്തം ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നെത്തി ആളിപ്പടരുന്നതാണ് എൻ്റെ സ്വപ്നങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് PhD എന്ന സ്വപ്നം മുന്നിൽ കണ്ട് കോളേജിൽ സഹപാഠിയെ ജീവിത പങ്കാളിയാക്കി ഡൽഹിയിലേക്ക് പോകുമ്പോൾ ആകെ ഉണ്ടായിരുന്ന കൈമുതൽ BAയ്ക്കും MAയ്ക്കും ലഭിച്ച 1ാം റാങ്കും UGC ഫെലോഷിപ്പും മാത്രമായിരുന്നു. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതിരുന്ന അദ്ദേഹത്തെ സ്വപ്നങ്ങൾ കാണിക്കാനും എന്നിലെ തീപ്പൊരി അദ്ദേഹത്തിലേക്ക് പകർത്താനും എനിക്ക് സാധിച്ചു. അതിൻ്റെ ഫലമായി ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരേ ഗൈഡിൻ്റെ കീഴിൽ ഒരേ ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും ഡോക്ടറേറ്റ് ലഭിച്ചു. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. സ്വന്തം അപകർഷതാബോധത്തിൽ നിന്നും പുറത്തു വരുന്നതിൽ എൻ്റെ ഒരു വിദ്യാർത്ഥിക്കെങ്കിലും പ്രചോദനമാകാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ വിജയം. അതെ, ഞാൻ തിരിച്ചറിയുന്നു, അവരെന്നെ ഉറ്റുനോക്കുന്നുണ്ട്. സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അപ്രാപ്യമായ പ്രാതിനിധ്യം നേടിയെടുക്കുക എന്ന ജീവിത ലക്ഷ്യവുമായി ഞാൻ മുന്നേറുകയാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ, ദൃഢനിശ്ചയത്തോടെ ഞാൻ എൻ്റെ കർമ്മപഥത്തിലുണ്ട്. നന്ദി, നമസ്കാരം. Thank you so much. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 7. Hi dear, let's listen to your introduction. മാന്യ സദസ്സിന് നമസ്കാരം. എൻ്റെ പേര് സജന, പാലക്കാട് ജില്ലയിൽ നിന്നും വരുന്നു. ഭർത്താവ് അനിൽകുമാർ കണ്ണൂർ സ്വദേശിയാണ്. ഒരു 5 വയസ്സുകാരൻ്റെയും 9 മാസം പ്രായമുള്ള പെൺകുഞ്ഞിൻ്റെയും അമ്മയാണ്. ഔദ്യോഗികപരമായി സിവിൽ എഞ്ചിനീയറാണ്. ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു സെൽഫ് മെയ്ഡ് പേഴ്സണായിട്ടാണ്. ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ജയപരാജയങ്ങളിൽ നിന്നും ഉയർച്ച താഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കാൻ പ്രത്യേകിച്ച് ബിംബങ്ങളൊന്നുമില്ലെങ്കിലും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ആത്മാർത്ഥതയോടെ, കഷ്ടപ്പാടുകളിലൂടെ, കഠിന പ്രയത്നത്തിലൂടെ ഉയരങ്ങളിലെത്തിയ ഓരോ വ്യക്തിയും എൻ്റെ ഗുരുവാണ്. കഠിന പ്രയത്നം, ദൃഢനിശ്ചയം, ആത്മാർത്ഥത ഇവയാണ് എൻ്റെ പ്രത്യേകതകൾ. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഒരിക്കലും പൂർത്തിയാവില്ല എന്ന് കരുതിയ 4 പദ്ധതികൾ പൂർത്തീകരിച്ച് എൻ്റെ നാടിന് സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഉറക്കമില്ലാത്ത രാത്രികളും ഇടയ്ക്കിടെയുള്ള ആശുപത്രിവാസങ്ങളും മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും വർഷങ്ങൾക്ക് മുമ്പുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇന്നിവിടെ ഈ വീതിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു സ്ത്രീ വ്യക്തിത്വമുള്ളവളും സ്വന്തം വ്യക്തിത്വ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവളും എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ കാഴ്ചപ്പാടും നിലപാടുമുള്ളവളും മൂല്യബോധമുള്ളവളുമായിരിക്കണമെന്ന്
ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് സ്വന്തം കുടുംബത്തെ മനോഹരമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ലോകത്തെ തന്നെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. So that was contestant number 7. Now let's get introduced to contestant number 8. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഖില ലൂയിസ്, കണ്ണൂർ സ്വദേശിയാണ്. ദുബായിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ കമേഴ്ഷ്യൽ ഓഫീസറായി ജോലി ചെയ്യുന്നു. എന്നെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുള്ള വ്യക്തി തന്നെയാണ് ഞാനും. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകൾ എന്നെ അലട്ടിയിരുന്നു. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എനിക്ക് എന്നിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്ക് എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് എന്ന് ചിന്തിച്ചെടുക്കാനുള്ള ഒരു സമയം, അതുമാത്രമാണ് നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം എന്ന തിരിച്ചറിവാണ് എന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. അതിനൊരു അവസരം ഒരുക്കി തന്ന എസ്പാനിയോ ഇവൻസിന് എൻ്റെ നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. To invite contestant number 9 on the round. Hello, welcome to Mrs. Kerala. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്. പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. അങ്ങേയറ്റം ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി. സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അവിടെയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഓരോ മനുഷ്യനും മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായെങ്കിൽ മാത്രമേ ഇനി ഈ ഭൂമിയിൽ ജീവന് നിലനിൽപ്പുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് ഗീതു എസ് പ്രിയ. ഞാൻ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് വരുന്നു. കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറായി ജോലി ചെയ്യുന്നു. 2 പെൺകുഞ്ഞുങ്ങളും ഭർത്താവും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വളരെ നാളുകളായി എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം. ഈ സമൂഹത്തിൽ ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായേ മതിയാകൂ. എന്നാൽ മാറ്റത്തിൻ്റെ ഒരു ചുവടുവയ്പ് എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു. മുതിർന്ന ആൾക്കാരെ ബോധവൽക്കരിക്കുന്നത് ഫലപ്രദമായ ഒരു മാർഗമല്ല. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ. അവർക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകുകയും
സ്നേഹത്തിൻ്റെയും നന്മയുടെയും പാഠങ്ങൾ അവർക്ക് പകർന്നു നൽകുകയും ചെയ്താൽ ഈ സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ വിപ്ലവം ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് കുഞ്ഞു മനസ്സുകളെ സ്വാധീനിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി എൻ്റെ മൂത്ത മകളും അവളുടെ അച്ഛനും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു വരികയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടാത്ത ഒരു രാജ്യം, അഴിമതിരഹിതമായ സമത്വസുന്ദരമായ ഒരു രാജ്യത്തെ സ്വപ്നം കാണുവാനാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യത്തിൽ നിന്ന് വിഭിന്നമായി ഇന്ന് ഈ ബ്യൂട്ടി പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിൽക്കുവാൻ എനിക്കൊരു കാരണമുണ്ട്. എല്ലാ സ്ത്രീകളും അവരുടെ സ്ത്രീത്വത്തെ ആഘോഷിക്കേണ്ടതുണ്ട്. പ്രസവവും വിവാഹവും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, അവളുടെ ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ ആകുലപ്പെടാതെ അവളുടെ ജീവിതത്തെ, അവളുടെ സൗന്ദര്യത്തെ വീണ്ടെടുത്തുകൊണ്ട് അവളുടെ ജീവിതത്തെ ആഘോഷിക്കുകയും അവളുടെ സ്ത്രീത്വത്തെ ആഘോഷിക്കുകയും വേണം. ഈ മഹത്തായ സന്ദേശം സമസ്ത മേഖലയിലുമുള്ള എല്ലാ സ്ത്രീകൾക്കും പകർന്നു നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. നന്ദി, ശുഭദിനം. കണ്ടസ്റ്റന്റിൽ എത്തി നിൽക്കുകയാണ്. ഇൻവൈറ്റിംഗ് ഓൺ ദ റാമ്പ് കണ്ടസ്റ്റന്റ് നമ്പർ 10. I met her at 4, the stellar student who topped all exams that came her way. I met her at 23, proudly holding her first job. I met her at 25, the bashful bride, being the light of the house. I met her at 27, the mother, smiling after childbirth. I met all these powerful beings within me and around, like unlocking the levels in a game, the ultimate game of women. നമസ്തേ, എൻ്റെ പേര് ആര്യ. ഞാൻ ദുബായിൽ മഷ്റഖ് ബാങ്കിൽ ലീഡ് UX ഡിസൈനറായി ജോലി നോക്കുന്നു. എൻ്റെ പ്രഥമ ഐഡൻറ്റിറ്റി ഒരു ചിത്രകാരിയുടേതാണ്. ആപ്പിൾ IBM പാർട്ട്ണർഷിപ്പിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ചിത്രങ്ങൾ വരച്ച് നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സാരിയിലെ ചിത്രവും ഞാൻ തന്നെയാണ് ചെയ്തത്. കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെയും ഭരതനാട്യത്തിൻ്റെയും വിദ്യാർത്ഥി കൂടിയാണ്. ജീവിതത്തിലെ അനേകത്വങ്ങൾ തേടിയുള്ള യാത്രയ്ക്കൊടുവിലാണ് ഈ സ്വപ്നവേദി. ഇരുണ്ട നിറമുള്ള പെൺകുട്ടികളെ സുന്ദരികൾ എന്ന് നമ്മുടെ നാട്ടിൽ വിളിക്കാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. കളർ ഷെയ്മിങ്ങിൽ നിന്നും മാറി നമ്മുടെ വർണ്ണ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്ന സന്ദേശത്തോടെ മിസ്സസ് കേരളയുടെ ഈ വേദിയിൽ നിന്ന് ഒരു വരി. I met her at 31, finding beauty outside stereotypes. Thank you.